ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പം ഞങ്ങളുള്ളത് ഇതാ ഈ ഒരു ഭാഗം. നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. കുറേ റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അങ്ങനെയുള്ള റീൽസിലും ഷോർട്സിലൊക്കെ കാണുന്ന ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളും ഊട്ടിയിലോട്ട് പോവാണ്. ഇന്ന് മെയ് 15 ഊട്ടിയിൽ 127ാമത് ഇന്റർനാഷണൽ ഫ്ലവർ ഷോ തുടങ്ങിയിട്ടോ. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോരും. ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും 17. അപ്പം അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഇൻട്രോ ചെയ്യുന്നത്. ഇവിടുന്നുള്ള യാത്ര ഞങ്ങൾ വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്ര മുതുമലൈ ഫോറസ്റ്റിലെ വന്യമൃഗങ്ങളൊക്കെ കണ്ടുള്ള ഒരു യാത്ര ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുവരി. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ യാത്ര തുടങ്ങട്ടെ കേട്ടോ. ഓക്കെ, ഞങ്ങൾ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി. ബൈക്കിലാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഊട്ടിയിൽ പോകുന്നത്. സാധാരണ ഫ്ലവർ ഷോ സമയത്ത് ഊട്ടിയിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ ബൈക്കാണ് യൂസ് ചെയ്യാറ്. ഇപ്രാവശ്യം ഞങ്ങളൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. നല്ല കോടമഞ്ഞുണ്ട്. കോടമഞ്ഞിലൂടെയുള്ള അതിരാവിലെയുള്ള ഒരു യാത്ര ഒരു പ്രത്യേക വൈബാണ്. ഇതാണ് സുൽത്താൻ ബത്തേരി ടൗണ്. ഈ ടൗണ് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും വൃത്തി കൂടിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു ടൗണാണ് സുൽത്താൻ ബത്തേരി ടൗണ്. സുൽത്താൻ ബത്തേരി നഗരസഭ അത്രയും നല്ല രീതിയിലാണ് ഈ ടൗണ് പരിപാലിക്കുന്നത്. നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അത്യാവശ്യം തിരക്കായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടൗണിൻ്റെ ഭംഗിയും വൃത്തിയും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. റോഡിൻ്റെ ഇരുവശത്തുമുള്ള ഫുട്പാത്തുകളിൽ പല വിധത്തിലുള്ള ചെടികൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള കടകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പരിപാലിക്കുന്നതും. ബത്തേരി ടൗണിൻ്റെ ഏകദേശം അവസാനത്തിലാണ് ഊട്ടിയിലോട്ടുള്ള റോഡ് തിരിയുന്നത്. നേരെ പോകുകയാണെങ്കിൽ മൈസൂരിലോട്ടും, വലത്തോട്ട് തിരിഞ്ഞാൽ ഊട്ടിയിലോട്ടുമാണ്. അപ്പോൾ ഇവിടുന്ന് ശ്രദ്ധിക്കണം. ഇവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ തന്നെ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാട്ടിലൂടെ നമുക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യാം. ഇത് നേരെ ചെല്ലുന്നത് ഗൂഡല്ലൂരിലോട്ടാണ്. ഗൂഡല്ലൂരിൽ നിന്ന് 2 രീതിയിൽ നമുക്ക് ഊട്ടിയിലോട്ട് പോകാം. ഒന്ന്, ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നീലഗിരി കുന്നുകളൊക്കെ താണ്ടി ഊട്ടിയിലോട്ടെത്താം. അല്ലെങ്കിൽ ഇടത്തോട്ട് പോയാൽ നമുക്ക് മുതുമലൈ ഫോറസ്റ്റ് മസിനഗുഡി വഴി ഊട്ടിയിലോട്ട് പോകാം. ഈ 2 റൂട്ടും നല്ല ഭംഗിയുള്ള റൂട്ടുകളാണ്. ഞങ്ങൾ ഇപ്രാവശ്യം പോയത് മസിനഗുഡി വഴിയായിരുന്നു. മുതുമലൈ ഫോറസ്റ്റിലെ മൃഗങ്ങളെയൊക്കെ കണ്ട്. കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും മൃഗങ്ങളെ കാണുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം മൃഗങ്ങളൊക്കെ റോഡിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. കൂടുതലായിട്ടും മാൻകൂട്ടങ്ങളായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതാണ് മൃഗങ്ങളൊക്കെ റോഡിൻ്റെ അടുത്തോട്ട് വരുന്നത്. പിന്നെ ഈ പ്രാവശ്യം ഇക്കൊല്ലം മഴ നേരത്തെ തുടങ്ങി വയനാട്ടിലൊക്കെ. അതുകൊണ്ട് കൂടുതലായിട്ടും
പച്ചപ്പ് കൂടുതലാണ്. മൃഗങ്ങളൊക്കെ പുല്ല് തിന്നാനൊക്കെ റോഡിൻ്റെ അടുത്ത് വരെ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം കൂടുതലായിട്ട് മാനുകളെ കാണാൻ കഴിഞ്ഞത്. ഇതൊരു മയിലായിരുന്നു. ആശാനൊരു മരത്തിന്മേൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പീലി വിടർത്തുമെന്ന് പ്രതീക്ഷിച്ച് നിന്നു, പക്ഷേ വിടർത്തിയില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ കൂടുതൽ നിന്ന ഫോറസ്റ്റുകാർ വന്ന് പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് വണ്ടി എടുത്ത് പോയി. കുറേയധികം ഏരിയയിൽ ഇപ്രാവശ്യം മാൻകൂട്ടങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആനകളെയും കാണാൻ കഴിഞ്ഞു. പക്ഷേ കുറേ ദൂരെയായിരുന്നു, നമുക്ക് മൊബൈലിലൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. അത്രയും ദൂരെയായിരുന്നതുകൊണ്ട് ആനയുടെ വിഷ്വൽസ് എടുത്തിട്ടില്ല. മാൻകൂട്ടങ്ങൾ ഏകദേശം നമ്മുടെ റോഡിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ റൂട്ടിലൊക്കെ കുറേയധികം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയധികം മൃഗങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം നല്ല കാലാവസ്ഥയാണ്, വെയിലൊന്നും വരുന്നില്ല, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ റോഡിൻ്റെ അടുത്തോട്ട് വരുന്നതും. മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ഇങ്ങനെയുള്ള കുറേയധികം ഷോർട്സും റീൽസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അസ്ലം OMന്റെ വോയിസ് ഓവറാണത്. അതിൽ പറയുന്നത് പോലെ തന്നെ അത്ര ഭംഗിയുള്ളൊരു റൂട്ടാണിത്. അതും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല വൈബാണ്. കാരണം നീണ്ട 2 വരി പാത, അതിൻ്റെ അവസാനത്തിലായി നീല നിറത്തിലുള്ള മലനിരകൾ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ റൂട്ടിൽ 1 വേ ആണ്. പിന്നെ 1 വേ എന്ന് ശരിക്കും പറഞ്ഞുകൂടാ, കാരണം ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടുന്ന് റിട്ടേൺ വരാൻ കഴിയുള്ളൂ ചുരത്തിലൂടെ. അതുകൊണ്ട് യാത്ര നല്ല സുഖമാണ്. ഊട്ടിയിൽ ഫ്ലവർ ഷോ കാണാനാണ് ഞങ്ങളുടെ യാത്ര. മെയ് 15-നാണ് ഊട്ടിയിൽ ഫ്ലവർ ഷോ തുടങ്ങിയത്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പോവാറുണ്ട്. അതും ആരെങ്കിലും ഫ്ലവർ ഷോക്ക് പോകുന്നുണ്ടെങ്കിൽ അതും ഈ റൂട്ടിൽ പോകാൻ നോക്കുക. നല്ല ഭംഗിയുള്ള റൂട്ടാണ്. ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ പ്രത്യേക വൈബാണ്. പിന്നെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഈ ഒരു പാലം എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. ഇത് പല റീൽസിലും ഒക്കെ ഉള്ള ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് കഴിഞ്ഞാൽ തന്നെ ചുരം കയറാനായി. 36 ഹെയർപിൻ വളവുള്ള കല്ലടി ചുരമാണിത്. അത്യാവശ്യം നല്ല കുത്തനെയുള്ള ചുരമാണ്. അതുകൊണ്ട് നല്ല വണ്ടിയൊക്കെ ഉള്ളവർ മാത്രം ഇതിലൂടെ വന്നാൽ മതി, അല്ലെങ്കിൽ കയറ്റം കയറാൻ ബുദ്ധിമുട്ടും. അത്രയും കുത്തനെയുള്ള ചുരമാണ്. അതുകൊണ്ടാണ് പബ്ലിക് വാഹനങ്ങളൊന്നും ഇതിലൂടെ റിട്ടേൺ അനുവദിക്കാത്തത്. 1 വേ മാത്രമേ ഉള്ളൂ. പിന്നെ ബസ്സും ഇവിടെയുള്ള ലോക്കൽസിന് മാത്രമേ ഇതിലൂടെ യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ. തിരിച്ചിങ്ങോട്ട് അപകടങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ചുരത്തിൽ കുറേയധികം വ്യൂ പോയിന്റുകൾ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കാഴ്ചകളുള്ള വ്യൂ പോയിന്റുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇറങ്ങി നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കഴിയും. കുറേ പേർ അവിടെ ഇറങ്ങി വിശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ പ്രത്യേക വൈബുള്ളൊരു സ്ഥലമാണ്. മുപ്പത്താറ് ഹെയർപിൻ വളവുകളും താണ്ടി മുകളിലെത്തിയാൽ ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ ഊട്ടിയിലെത്താൻ പറ്റും. ഊട്ടിയിലെ തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതികളും മലമടക്കുകളിൽ അവരുടെ വീടുകളും അങ്ങനെ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാഴ്ചകളാണ്. ഏകദേശം ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ ഊട്ടിയിലെത്തി. ബൈക്കിലായതുകൊണ്ട് പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. മറ്റത് ബ്ലോക്കും ഊട്ടിയിൽ നല്ല ബ്ലോക്കായിരിക്കും ഫ്ലവർ ഷോൻ്റെ സമയത്ത്. സാധാരണയായി ബോട്ടാണിക്കൽ ഗാർഡനിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. ഇതാണ്
ബൊട്ടാണിക്കൽ ഗാർഡന്റെ എൻട്രൻസ്. രാവിലെ 7 മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത്. വൈകിട്ട് 6:30 വരെ ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. ഈ ഗേറ്റ് കടന്ന് ഉള്ളിലോട്ടങ്ങ് കയറിയാൽ പിന്നെ നമ്മുടെ കണ്ണിന് വിസ്മയമൊരുക്കി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. ആ രീതിയിലാണ് ഇവിടെ ഫ്ലവർ ഷോ എല്ലാ വർഷവും അരങ്ങേറാറ്. നമുക്കിത് എത്ര വിവരിച്ചാലും ഇത് നേരിട്ട് കാണുന്നതിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത്രയും നല്ല രീതിയിലാണ് ഇവർ ഈ പൂക്കൾ കൊണ്ട് പല രീതിയിലുള്ള നിർമ്മിതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പല നിറത്തിൽ, പല വർണ്ണത്തിലും, പല രീതിയിലുള്ള പൂക്കൾ. അത് എന്തൊക്കെ മനുഷ്യനിർമ്മിതികൾ കൊണ്ട് നടത്താൻ കഴിയും അതൊക്കെ ഇവർ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രവേശന കവാടം തന്നെ ഇവരുണ്ടാക്കിയത് എത്ര തരം പൂക്കൾ വെച്ചാണെന്ന് നോക്കിയേ. ഇത് മൊത്തം പൂക്കൾ വെച്ച് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? എന്ത് മനോഹരമാണെന്നോ ഇത് ഇവിടെ നിന്ന് കാണാൻ. അത്രയധികം നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. തുടക്കത്തിൽ തന്നെ ഈ ഫ്ലവർ ഷോക്ക് ഉപയോഗിച്ച പൂക്കളുടെ സാമ്പിളുകൾ ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരുകളും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വെറും സാമ്പിളുകൾ മാത്രമാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് പൂക്കളുടെ വർണ്ണവിസ്മയം. നൂറ്റി 27ാമത് ഇന്റർനാഷണൽ ഫ്ലവർ ഷോ ആണ് ഇപ്രാവശ്യം ഊട്ടിയിൽ അരങ്ങേറുന്നത്. 2 ദിവസമായി ഇത് തുടങ്ങിയിട്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തതൊക്കെ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കഴിഞ്ഞ വർഷത്തിനാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് ഇപ്രാവശ്യം ഇവർ പൂക്കൾ ഒരുക്കുന്നത്. കുറച്ചധികം പൂക്കളും കൂടുതലാണ്. അതുപോലെ തന്നെ പുഷ്പങ്ങൾ കൊണ്ടുള്ള നിർമ്മിതികളും കൂടുതലാണ്. അത് നിങ്ങൾക്ക് വഴിയെ കാണാം. ആരെങ്കിലും ഊട്ടിയിലെ ഫ്ലവർ ഷോക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 25-ാം തീയതി വരെ സമയമുണ്ട് വരാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇ പാസ് എടുക്കണം. ഞങ്ങൾ പോരുമ്പോൾ ഇ പാസ് ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇ പാസ് എടുക്കണം. ഇ പാസ് എടുക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഗൂഗിളിൽ ഇ പാസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ അതിൻ്റെ സൈറ്റ് കിട്ടും. അവിടെ നമ്മുടെ വണ്ടീൻ്റെ നമ്പറൊക്കെ പൂരിപ്പിച്ച് കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കാനും വേണ്ടിയാണ് ഇവർ ഇ പാസ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തിരക്ക് കൂടിയാൽ ആ ദിവസത്തെ ഇ പാസ് നമുക്ക് കിട്ടത്തില്ല. അതും ശ്രദ്ധിക്കണം. ഇനി ആരെങ്കിലും ഈ പ്രാവശ്യം പോരുന്നില്ല, അടുത്ത വർഷം പോരാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ കുറിച്ചു വെച്ചോളൂ. മെയ് 15-നാണ് സാധാരണയായി ഊട്ടിയിൽ ഫ്ലവർ ഷോ നടക്കാറ്. എല്ലാ വർഷവും ഈ ഒരു സമയത്ത് തന്നെയാണ് ഉണ്ടാവരും. അപ്പം ഇപ്രാവശ്യം പോരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തിനെങ്കിലും തയ്യാറായിട്ട് നിൽക്കുക. ഇത് കണ്ടില്ലേ, ഇതൊരു സിംഹാസനമാണ്. പൂക്കൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു സിംഹാസനം. എന്ത് ഭംഗിയാണെന്നത് കാണാൻ. ഇതിൻ്റെ ഇരുവശത്തുമായിട്ട് 2 ഭടന്മാരുമുണ്ട്. അതും പൂക്കൾ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചത്. ഇതൊക്കെ നമ്മൾ ക്യാമറയിൽ കാണിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ കൂടുതൽ ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ.
അതുപോലെ തന്നെ ഒരു കൊട്ടാരം തന്നെ ഇവർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്, അതും പൂക്കൾ വെച്ച്. എത്ര അധികം പൂക്കൾ വേണ്ടി വരും, അത് മാത്രമല്ല എത്ര പേരുടെ എഫേർട്ടാണ് ഈ കാണുന്നത്. വിവിധ ഇനത്തിൽപ്പെട്ട വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ വെച്ച് ആണ് ഈ കൊട്ടാരം ഇവർ നിർമ്മിച്ചെടുത്തത്. എന്ത് ഭംഗിയാണെന്നത് കാണാൻ. അതുപോലെ തന്നെ ഒരു ആന, അതിൻ്റെ തൊട്ടടുത്തായിട്ട് 2 ഭടന്മാരും, എല്ലാം പൂക്കൾ വെച്ചാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്രാവശ്യം ഊട്ടി ഫ്ലവർ ഷോക്ക്. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊന്നും ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്കെല്ലാം കാണാനും കഴിയും. ഇതാണ് അടുത്ത അതിമനോഹരമായൊരു നിർമ്മിതി. എന്ത് രസമാണെന്ന് അതൊക്കെ കാണാൻ. അത് മാത്രമല്ല, നമ്മൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ചെയ്തെടുക്കാൻ എത്ര ദിവസം വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ആൾക്കാരുടെ പരിശ്രമം വേണ്ടി വരും ചെറിയ ചെറിയ പൂക്കൾ വെച്ച് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ. ഏതായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, കഴിഞ്ഞ വർഷത്തിനാട്ടിലും കൂടുതൽ, കഴിഞ്ഞ വർഷം എന്നല്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫ്ലവർ ഷോ ആണ് ഇക്കൊല്ലം എനിക്ക് ഊട്ടിയിൽ കാണാൻ കഴിഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ മൊത്തമായിട്ട് ഇവർ പല പല നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പൂക്കൾ വെച്ചാണ്, കാണാൻ നല്ല ഭംഗിയുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കൂ. അത്രക്കും ഭംഗിയുള്ള കാഴ്ചകളാണ്, സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇത് പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചെസ് ബോർഡാണ്, വലിയൊരു ചെസ് ബോർഡ്. നല്ല രസമുണ്ട് കാണാൻ.
ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമും അരങ്ങേറുന്നുണ്ട്. അതിനായി പ്രത്യേക പവലിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുറ്റി നടന്ന് എല്ലാം കണ്ടതിന് ശേഷം വിശ്രമിക്കുന്ന ഒരു ഏരിയയാണ് ഈ പുൽമൈതാനി. കുട്ടികളൊക്കെ അത്യാവശ്യം കളിക്കാനുള്ള ഒരു ഏരിയയും കൂടിയാണ്. എല്ലാവരും ഈ ഗ്രൗണ്ടിൽ വന്നാണ് വിശ്രമിക്കുക. നല്ല ഭംഗിയുള്ള ഒരു ഏരിയയും കൂടിയാണ് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഫ്ലവർ ഷോ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവെച്ചത്. ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം വരണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു.